മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ആനന്ദം ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. പക്ഷേ ആ ആനന്ദം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന എന്താണ്? രോഗമാണോ ആരോഗ്യമാണോ? രോഗമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കേടുവരുന്നു. കിഡ്നി കേടുവരുന്നു, ലിവർ കേടുവരുന്നു, ലെൻസ് കേടുവരുന്നു, ഹാർട്ട് കേടുവരുന്നു, എല്ലാം കേടുവരുന്നു. അപ്പം ഇസ്ലാമിൽ ആരോഗ്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വിഷയം ഒന്നിച്ചു വന്നാൽ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു നിങ്ങൾ മദ്യം കഴിക്കാൻ പാടില്ല, ഹറാമുകൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മതത്തിൽ നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ശരീരത്തിലെ ഓരോ ചെറിയ അവയവങ്ങളുടെ ആരോഗ്യത്തിന് പോലും വളരെ പ്രാധാന്യമാണ് കൊടുത്തത്. എന്നാൽ നമ്മൾ ഇസ്ലാം വിട്ട് നാസ്തികതയിലേക്ക് പോയി, ദൈവനിഷേധത്തിലേക്ക് പോയി, ലിബറലിസത്തിലേക്ക് പോയി. അവിടെ മദ്യം കഴിക്കാൻ പാടില്ല എന്ന വിധിയുണ്ടോ? ഇല്ല. അവിടെ ഹറാമുകളില്ല. ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം, ഇഷ്ടമുള്ളവർക്ക് ലഹരി ഉപയോഗിക്കാം. എന്താ അതിൻ്റെ അർത്ഥം? അവിടെ മനുഷ്യൻ്റെ ഇച്ഛകൾക്ക് മാത്രമാണ്, മനുഷ്യൻ്റെ ചില ആഗ്രഹങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം. അവിടെ ആരോഗ്യത്തിന് പ്രാധാന്യമില്ല. അപ്പോൾ നമ്മൾ അള്ളാഹു കൽപ്പിച്ചു മദ്യമോ നിഷിദ്ധമായ കാര്യങ്ങളോ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് കൽപ്പിക്കുമ്പോൾ ആ അള്ളാഹുവിന് ആ കൽപ്പനയിലൂടെ മനുഷ്യരോട് സ്നേഹമുള്ളതുകൊണ്ടാണ് മനുഷ്യർ